അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിലെ 2 കർഷകരായിരുന്നു ഇന്ദ്രനും ഫെബിനും. ഇന്ദ്രന്റെ കൃഷിസ്ഥലം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഫെബിന്റെ കൃഷിസ്ഥലത്ത് എത്താൻ. ഒരിക്കെ നമ്മുടെ ഫെബിൻ ഇന്ദ്രൻ യൂസ് ചെയ്യുന്നത് പോലുള്ള സെയിം പമ്പ് എന്ത് ചെയ്തു? കൃഷിക്ക് വേണ്ടി മേടിച്ചു. 2 പേരുടെയും സപ്ലൈ കണക്ഷൻ ഒരേ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ദ്രനെ വെച്ച് നോക്കുമ്പോൾ ഫെബിന്റെ പമ്പ് ഇരിക്കുന്നത് കുറച്ച് ദൂരെയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവിടെ വന്ന പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലങ്ങളായി യൂസ് ചെയ്യുന്ന ഇന്ദ്രന്റെ പമ്പിന്റെ പെർഫോമൻസ് പോലും നമ്മുടെ ഫെബിന്റെ പുതുതായി മേടിച്ച പമ്പിന് കിട്ടുന്നില്ല. സോ എന്ത് കാരണം കൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നമ്മുടെ ഫെബിന്റെ പമ്പിന് വന്നത്? അതായത് ദീർഘദൂര കേബിൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കേബിളിന്റെ ഉള്ളിലെ റെസിസ്റ്റൻസ് ലെങ്ത് കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. സോ ഈ റെസിസ്റ്റൻസ് കൂടുമ്പോൾ അവിടെ വോൾട്ടേജ് ഡ്രോപ്പും സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ പമ്പായിരുന്നു. സോ ആ പമ്പിന് വേണ്ടത്ര വോൾട്ടേജ് എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. എങ്ങനെ നമ്മൾ ഇതിനെ പരിഹരിക്കും? യെസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേഷൻ. വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വി ഡി ഈസ് ഈക്വൽ ടു എം വി. അതായത് എത്ര മില്ലി വോൾട്ട് ആണോ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻറ്റു ആംപിയർ ഇൻറ്റു എത്രയാണോ കേബിളിന്റെ ലെങ്ത് വരുന്നത് ഓൾ ഡിവൈഡഡ് ബൈ 1000. ഇനി എന്ത് ചെയ്യണം? പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണോ മുന്നേ കിട്ടിയ വോൾട്ടേജ് ഡ്രോപ്പ് ആ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻറ്റു 100 ഓൾ ഡിവൈഡഡ് ബൈ സിസ്റ്റം വോൾട്ടേജ്. അതായത് സിംഗിൾ ഫേസ് ആണെങ്കിൽ 230യും അതുപോലെ തന്നെ 3 ഫേസ് ആണെങ്കിൽ 450യും ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇനി ഈ പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യാനുണ്ട്. കണ്ടീഷൻ എന്താണെന്ന് അറിയണ്ടേ? കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് 3%ന് മുകളിൽ പോകാൻ പാടില്ല. ഇൻ കേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 3%ന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹയസ്റ്റ് സൈസ് ആയിട്ടുള്ള കേബിള് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും ഈ സെയിം കാൽക്കുലേഷൻ റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് എപ്പോഴാണോ നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് ലെസ് ദാൻ 3% എന്നുള്ള വാല്യൂ കിട്ടുന്നത്, സോ ആ കേബിൾ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നമ്മളെ പഴയ കഥ, അതായത് എവിടെ നിർത്തി നമ്മൾ ഫെബിൻ മേടിച്ച പമ്പ് അല്ലെ, പമ്പിന് വന്ന ഇഷ്യൂ. സോ അവിടെ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഫെബിന്റെ പമ്പ് ഇരിക്കുന്നത് സപ്ലൈ നിന്ന് ഒരു 100 മീറ്റർ മാറിയിട്ടായിരുന്നു. സോ നമുക്ക് ലെങ്ത് കിട്ടി എത്ര? 100 മീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഏത് പമ്പാണ് ഫെബിൻ എടുത്തതെന്ന് അറിയണം അല്ലേ? സോ ഫെബിൻ ഇവിടെ എടുത്തിരിക്കുന്ന പമ്പ് 7.5 HP വരുന്ന പമ്പാണ്. അപ്പൊ ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് കറണ്ട് എത്ര, അതായത് എത്ര ആംപിയർ കറണ്ട് ഈ പമ്പ് എടുക്കും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ കിട്ടിയ 7.5 HP-നെ എന്ത് ചെയ്യണം? വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഒരു HP എന്ന് പറയുമ്പോൾ 0.746 കിലോ വാട്ട് ആണ്. അങ്ങനെ വരുമ്പോൾ 7.5 HP എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 7.5 HP ഇൻറ്റു 0.746 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5.595 കിലോ വാട്ട് കിട്ടി. ഈ കിലോ വാട്ടിന് എന്ത് ചെയ്യുക? വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇൻറ്റു 1000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 5595 വാട്ട് എന്ന് കിട്ടി. ഈ 5595 എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് പവർ P is equal to V into I. അതിൽ നിന്ന് I എന്ന കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ചെയ്താൽ പോരെ. സോ നമുക്ക് കിട്ടിയ പവർ എത്രയായിരുന്നു? 5595 അല്ലെ? അത് ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. വോൾട്ടേജ് എത്ര വരുന്നുണ്ട്? നമ്മളിവിടെ 3 ഫേസ് സപ്ലൈ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എടുക്കണം? 450 എടുക്കണം. സോ 450നും കൂടെ എന്ത് ചെയ്യുക? പവർ ഫാക്ടർ ആയിട്ടുള്ള √3 ഇൻറ്റു എന്ത് ചെയ്യുക? 0.8, അതായത് കോസ് പൈയും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. സോ ദ ആൻസർ വിൽ ബി 9.72 ആംപിയർ, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 ആംപിയർ എന്ന് കിട്ടി അല്ലേ? ഇതുവരെ കിട്ടിയ വാല്യൂ നോക്കിയിട്ട് നമ്മൾ ഇക്വേഷനിലേക്ക് നോക്കിക്കേ. അതായത് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഇത്ര മില്ലി വോൾട്ട് ആണ് അല്ലേ? സോ മില്ലി വോൾട്ട് എത്രയും നമുക്ക് അറിയില്ല. ഇനി നമുക്ക് ആംപിയർ കിട്ടി. എത്ര ആംപിയർ ആണ്? 10 ആംപിയർ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അറിയാം ലെങ്ത് അറിയാം, 100 മീറ്റർ ആണെന്ന് അറിയാം. ബാക്കിയുള്ള കോൺസ്റ്റന്റ് ആണ്. ഇനി എന്ത് ചെയ്യണം? മില്ലി വോൾട്ട് കണ്ടുപിടിക്കണം. എത്രയാണ് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? നമുക്കൊരു ടേബിൾ ചാർട്ട് ഉണ്ട്. അതായത് ഓരോ കേബിളിനും ഒരു കേബിൾ സെലക്ഷൻ ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വോൾട്ടേജ് ഡ്രോപ്പ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അത് ഓരോ കമ്പനിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ചാർട്ടുകളായിരിക്കും. സോ അത് നോക്കിയിട്ട് വേണം നമ്മൾ എത്ര മില്ലി വോൾട്ട് ആണെന്ന് കണ്ടുപിടിക്കാൻ. ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ചാർട്ടാണ്. ഈ ചാർട്ട് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ടൈപ്പ് ഓഫ് കേബിൾ ആണ് ശ്രദ്ധിക്കുക.
ഈ തന്ന ചാർട്ടിൽ ഉണ്ടായിരിക്കും മുകളിൽ നോക്കിയേ, അതായത് PVC ഇൻസുലേറ്റഡ് കോപ്പർ കേബിളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ഫേസ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, 3 കോർ കേബിളും ചൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ആ മില്ലി വോൾട്ട് കണ്ടില്ലേ, മില്ലി വോൾട്ട് ഉണ്ട്, ആംബിയർ ഉണ്ട്, പിന്നെ എത്രയാണോ കേബിളിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ അതും ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 1.5, 2.5, 4, 6 mm എന്നുള്ള കേബിൾസ് ഉണ്ട്. സോ അതിന്റെ ഒക്കെ ഒരു മില്ലി വോൾട്ട് ആണ്. ഇത്ര ഓരോ മീറ്ററിനും ഇത്ര വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മില്ലി വോൾട്ടിൽ കൊടുത്തിട്ടുള്ളത്. എത്ര മീറ്റർ വരുമ്പോൾ ഇത്ര വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട് എന്നാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ അപ്പുറത്ത് എത്രമാത്രം കറണ്ട് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി കേബിളിന് ഉണ്ടെന്നാണ് അപ്പുറത്തും കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം 10 ആംപിയർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, മോട്ടർ എടുക്കുന്നുണ്ടെന്ന് അറിയാം അല്ലേ. അപ്പൊ നമുക്ക് ഈ 10 ആംപിയർ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള എന്ത് ചെയ്യാം, ഒരു കേബിൾ ആദ്യം ചൂസ് ചെയ്യാം. അതായത് 1.5 എടുക്കുകയാണെങ്കിൽ 18 ആംപിയറോളം എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് കപ്പാസിറ്റി ആർക്കുണ്ട്, ഈ കേബിളിനുണ്ട്. 1.5 mm² എന്ന കേബിളിനുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ കേബിള് നമ്മൾ എടുത്തു, അതിന്റെ മില്ലി വോൾട്ട് എന്ത് ചെയ്യുക, തൊട്ടപ്പുറത്ത് ഉണ്ടല്ലേ, അതായത് 1.5 mm² കേബിള്, അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് എത്ര, 25 മില്ലി വോൾട്ട് ആണ് വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത്. ഇത് എന്ത് ചെയ്യും, നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് വോൾട്ടേജ് ഡ്രോപ്പ് ഇപ്പം എന്തായി, വോൾട്ടേജ് ഡ്രോപ്പ് ഇസ് ഈക്വൽ ടു 25 മില്ലി വോൾട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻറ്റു കിട്ടിയ നമ്മളെ കണ്ടുപിടിച്ച ആംബിയർ 10 ആംബിയർ ഇൻറ്റു എന്ത് ചെയ്യാം, എത്രയാണോ ലെങ്ത്, 100 ആയിരുന്നു ലെങ്ത്, ഓൾ ഡിവൈഡ് ബൈ 1000. സോ ദ വാല്യൂ ഇസ് ഈക്വൽ ടു എത്ര കിട്ടി, 25 കിട്ടി. ഇനി എന്ത് ചെയ്യുക, പെർസെന്റേജ് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കുക. അപ്പൊ എത്രയായി, ഈ കിട്ടിയ വാല്യൂ 25 അല്ലെ, 25 ഇൻറ്റു 100 ഓൾ ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി, സിസ്റ്റം വോൾട്ടേജ് എത്രയാണ്, 415. സോ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വാല്യൂ കിട്ടി, 6.02%. സോ ഇതെന്ത് ചെയ്യുക, നമ്മളെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. സോ 6.02 എന്ന് പറയുന്ന പെർസെന്റേജ് എന്താണ്, 3%-നേക്കാളും മുകളിലല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, താഴെ വരണം. സോ കണ്ടീഷൻ ഈസ് ഫെയിൽഡ്. സോ എന്ത് ചെയ്യുക, നെക്സ്റ്റ് സൈസ് ആയിട്ടുള്ള ഹയർ സൈസ് ആയിട്ടുള്ള കേബിൾ എന്ത് ചെയ്യുക, എടുക്കുക. സോ നെക്സ്റ്റ് ഹയർ സൈസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 2.5 mm² കേബിൾ ആണ്. 2.5 mm² എന്ത് ചെയ്യുക, ചാർട്ടിൽ നോക്കുക, എത്രയാണോ വോൾട്ടേജ് ഡ്രോപ്പ് അതിന്റെ അത് കണ്ടുപിടിക്കുക. എത്ര ചാർട്ടിൽ നോക്കിയിട്ട് എത്ര കിട്ടി, 60 മില്ലി വോൾട്ട് ആണ് അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത്. അത് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത സെയിം പ്രോസസ് തന്നെ, സെയിം ഇക്വേഷൻ തന്നെ, ഒന്നിനും മാറ്റില്ല, ഈ വാല്യൂ മാത്രമേ മാറുന്നുള്ളൂ. എത്ര വാല്യൂ കിട്ടി, 16 വോൾട്ട്. ഈ 16 വോൾട്ട് എന്ത് ചെയ്യുക, പെർസെന്റേജ് വോൾട്ടേജ് ഡ്രോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക, കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക്. ഇറ്റ് ഈസ് ഈക്വൽ ടു 3.85. ഇതും എന്താണ്, 3% അടിയും വരുന്നില്ല. സോ ഇതും എന്തായി, ഫെയിൽ ആയി. സോ നെക്സ്റ്റ് ഹയർ സൈസ് എടുക്കുക. നെക്സ്റ്റ് ഹയർ സൈസ് എത്ര വരുന്നത്, 4 mm² ആണ്. ഈ 4 mm²ന്റെ എന്ത് ചെയ്യുക, മില്ലി വോൾട്ട് എത്രയാണോ വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യുക വരുന്നത് കണ്ടുപിടിക്കുക. 9.5 മില്ലി വോൾട്ട് ആണ് നമ്മുടെ 4 mm²ന്റെ കേബിളിന് വരുന്നത്. സോ 9.5 മില്ലി വോൾട്ട് ഇൻറ്റു 10 ഇൻറ്റു എത്ര ചെയ്യുക, 100 ആയിരുന്നു ലെങ്ത്, ഓൾ ഡിവൈഡ് ബൈ എന്ത് ചെയ്യാം, 1000 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വാല്യൂ കിട്ടി, 9.5 വോൾട്ട് കിട്ടി. ഇനി കിട്ടിയ 9.5 ഇൻറ്റു 100 ഓൾ ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, നമ്മൾ സിസ്റ്റം വോൾട്ടേജ് ചെയ്യുക. അപ്പോൾ 15 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വാല്യൂ കിട്ടി, 2.28% എന്ന വാല്യൂ കിട്ടി. സോ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, 4 mm² കേബിള് യൂസ് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 50 to 70 മീറ്റർ എബോവ് ലെങ്ത് ഒക്കെ വരുന്ന കേബിളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കേബിൾ ഏതാണോ അതിനെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സോ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എനർജി സേവ് ചെയ്യാൻ പറ്റും, എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്യുപ്മെന്റ് വർക്ക് ചെയ്യും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ടേക്ക് കെയർ.